കൊടുങ്കാട്ടിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന കമിതാക്കളെ 23 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. 21കാരനും +2 വിദ്യാർത്ഥിയായ പെൺകുട്ടിയുമാണ് ഇലവീഴ പൂഞ്ചിറയ്ക്ക് സമീപമുള്ള കാട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്നത്. ഏറെ ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. യുവാവിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കുമളിയിലെത്തിയ അപ്പു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുവന്ന് ഇലവീഴ പൂഞ്ചിറയുടെ സമീപമുള്ള വനമേഖലയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ 6-ന് സൺഡേ സ്കൂളിലേക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി തിരിച്ചെത്തിയില്ല. വീട്ടുകാർ കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് യുവാവിന്റെ മേലുകാവിലെ വീട്ടിലും മറ്റും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പെൺകുട്ടിയെ കണ്ടെത്താൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടുകാർ ഹൈക്കോടതിയിലും പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ജില്ലാ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഇലവീഴ പൂഞ്ചിറ വനമേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ വനത്തിൽ ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. അപ്പുവിന്റെ ബൈക്ക് കഴിഞ്ഞ ദിവസം കോളപ്ര അടൂർമലയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വനത്തിനുള്ളിൽ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പും പാത്രങ്ങളും ഇവരുടെ വസ്ത്രങ്ങളും പെൺകുട്ടിയുടെ ബാഗും അന്വേഷണ സംഘം കണ്ടെത്തി. മാങ്ങയും നാളികേരവും കഴിച്ച് വിഷപ്പടക്കി പാറയിലും മരച്ചൂട്ടിലുമായാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇരുവരും ചാക്കുകെട്ടുകളുമായി അടൂർമലയിൽ നിന്ന് കോളപ്ര ഭാഗത്തേക്ക് വരുന്ന വഴി പോലീസിന്റെ മുന്നിൽപ്പെട്ടു. അടൂർമല CSI പള്ളിയുടെ പാരിഷ് ഹാളിൽ രഹസ്യമായി താമസിക്കുകയായിരുന്ന പോലീസ് സംഘം ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ 2 വഴിക്ക് ഓടി. പിന്നാലെ പോലീസും നാട്ടുകാരും. പെൺകുട്ടി ശരംകുത്തിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. വീട്ടുകാർ വെള്ളവും ആഹാരവും നൽകി. നാട്ടുകാർ പെൺകുട്ടിയെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിച്ചു. കുടിയത്തൂർ വഴി ആനക്കയം ഭാഗത്തേക്ക് ഓടിയ യുവാവിനെ നാട്ടുകാരും പോലീസും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്ത മേലുകാവ് സ്വദേശി വല്യാട്ടിൽ അപ്പു ജോർജിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: സ്ത്രീകളെ വലയിൽ വീഴ്ത്തി ഇവരോടൊപ്പം താമസിച്ച ശേഷം കടന്നുകളയുകയാണ് അപ്പുവിന്റെ പതിവ്. സമാനമായ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തുമായി ഒട്ടേറെ പെൺകുട്ടികളെ ഇയാൾ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. 2 വർഷം മുമ്പ് ചിങ്ങവനത്തുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു. മൂലമറ്റത്ത് നിന്ന് ബൈക്ക് മോഷണം നടത്തിയ സംഭവത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഒളിച്ചു താമസിക്കുന്നതിനായി ജനവാസ മേഖലയിൽ നിന്ന് കാർഷിക വിഭവങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.